ഇവിടെ അനൗൺസ്മെന്റ് വന്ന് ഒന്ന് പ്രോഗ്രാം കൊടുക്കണം. ആ അനൗൺസ്മെന്റ് ഉണ്ട്. ഏതാ മുന്നിൽ ചേർത്ത് നിർത്താൻ ഈ അനൗൺസ്മെന്റ് വേണ്ടിയുടെ പറഞ്ഞു നിൽക്കുന്ന ആളുകൾ പ്ലീസ് മാറിത്തല്ലോ. ഇവിടെ അനുസരിക്കും. ഇവിടെ വഴിയൊരുക്കി കൊടുക്കും. എല്ലാവരും വഴിയൊരുക്കി കൊടുക്കും. വഴിയൊരുക്കി പോട്ടെ പോട്ടെ. ശിവരാജ മോട്ടിട്ട് ശിവരാജ ചേച്ചി 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 ഈ വാഹനത്തെ മുകളിലുള്ള ആളുകളെ നിശ്ചയിക്കപ്പെടാത്ത മുഴുവനായി പറയുന്നു. ചേട്ടാ വോളിയം കൂട്ടും അനൗൺസ്മെന്റ് വേണ്ടി. പത്താം വക്കീല് ബലൂൺ കഴിച്ചു ഈ സാധനം സൈഡിലേക്ക് ഇനിയും പോട്ടെ സൈഡിലേക്ക് പോട്ടെ. കുറച്ച് മുന്നോട്ട് എടുക്കും. കുറച്ച് മുന്നോട്ട് അനൗൺസ്മെന്റ് വേണ്ടി പറ്റേ അനൗൺസ്മെന്റ്
വണ്ടി നിർത്തണം ഇവിടെ വാർത്ത നിർത്തണം വാർത്ത നിൽക്കല്ലേ അമ്മമാരെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അമ്മമാരെ ആ വാർത്ത നിർത്തേ ഇവിടെ ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിക്കണം മുഴുവൻ അമ്മമാരും ഇതിന്റെ പുറകിൽ ധാരാളം സ്ഥലമാണ് കിടക്കുന്നത് ഇവിടെ വശങ്ങളിൽ നിൽക്കുന്ന എല്ലാ ആളുകളും ഇങ്ങോട്ട് നിർത്തുന്നു അമ്മമാർക്ക് വഴിയൊരുക്കി കൊടുക്കും അമ്മമാർക്ക് വഴിയൊരുക്കി കൊടുക്കും മുഴുവൻ അമ്മമാർക്ക് അറിയട്ടെ മുഴുവൻ അമ്മമാർക്ക് അറിയട്ടെ ഇവിടെ ആയിരക്കണക്കിന് ആളുകളെ പുറകെ നിൽക്കുന്നു പുരുഷന്മാർ വഴിമാറി കൊടുക്കും മുന്നോട്ട് 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 ഇവിടെ അമ്മമാർക്കുള്ള വഴിയൊരുക്കി കൊടുക്കും ഈ അമ്മമാരെല്ലാം ഇങ്ങോട്ട് കയറി വന്നു ഇവിടെ സാഗര ഇവിടെ കേട്ടിവിടെ ഇവിടെ വണ്ടി കുറച്ച് മുന്നോട്ട് അമ്മമാർക്ക് വഴിയൊരുക്കി കൊടുക്കും അമ്മമാരെ കയറ്റിവിടും വണ്ടി മുന്നോട്ട് പോട്ടെ കുറച്ചുകൂടെ അമ്മമാർക്ക് വഴിയൊരുക്കി കൊടുക്കും കാർത്തി അമ്മമാരെ കയറ്റിവിടെ ഇവിടെ അമ്മമാര് ഫുള്ള ഇന്ന് സ്ഥലമുണ്ട് ഇവിടെ നിൽക്കുന്ന പുരുഷന്മാർ മാറിക്കൊടുക്കും അമ്മമാർ ഫുള്ള് കയറട്ടെ ഇവിടെ ഈ അമ്മമാർക്ക് വഴിയൊരുക്കി കൊടുക്കും അമ്മമാര് പരമാവധി കയറിപ്പോട്ടെ ഈ അമ്മമാരെല്ലാം ഇവിടെ കയറി നിൽക്കണം എല്ലാ അമ്മമാരും ഇനി അമ്മമാരെല്ലാം എല്ലാവരും അവരെല്ലാം കേട്ടി എല്ലാവരും പോട്ടെ എല്ലാ അമ്മമാരും പോട്ടെ बोलो भारत माता की बलिदानिगळवरन्न वीर संचित्ते ಎಲ್ಲರೆಯ ಮನಸ್ಸಿಯಾತ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങളെ മണ്ണിൽ ശാശ്വതമാക്കും നിങ്ങൾ ഉയർത്തിയ കാൽപതാക ഞങ്ങളെ മണ്ണിൽ അനശ്വരമാക്കും കന്യാക്കരയെ ശോഭിച്ചേച്ച് നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ വന്ദേ നമ്മളേവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശോഭ ചേച്ചി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പിറകിലേക്ക് നിൽക്കുന്നത്. അവർക്ക് മുന്നിലേക്ക് എത്തിക്കൊടുക്കുന്നതിനുള്ള അവസരം കൊടുക്കണം.
ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയപ്പെട്ട ജില്ലയുടെ അമരക്കാരൻ ശ്രീമാൻ പ്രശാന്ത്, നമ്മുടെ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കർണാടകയുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീമൻ ശ്രീദേവ്, ആദരണീയനായിട്ടുള്ള ശിവരാജേട്ടൻ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബേബി എടത്തി, പാർട്ടിയുടെ സംസ്ഥാന ലീഡർ ശ്രീ കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ജി, നിയോജക മണ്ഡലത്തിന്റെ അമരക്കാരൻ ശ്രീമാൻ ശശി, നിയോജക മണ്ഡലത്തിന്റെ സംഘടന നിയോജക മണ്ഡലം പിരായിരി കണ്ണാടി മാത്തൂരിന്റെ മണ്ഡലം അധ്യക്ഷൻ ശ്രീമാൻ വിജീഷ്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദരണീയനായിട്ടുള്ള ശ്രീ അനീഷ്, ശ്രീ സുധീർ ജി, വിവിധങ്ങളായിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും കർമ്മധീരരായിട്ടുള്ള സഹപ്രവർത്തകന്മാർ, എൻ്റെ പ്രിയപ്പെട്ട മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി കവിത ഉൾപ്പെടെ ഈ സദസ്സിലും അതുപോലെ തന്നെ വേദിയിലുമൊക്കെയുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ പാലക്കാടിലെ ജനാധിപത്യ വിശ്വാസികൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഭാരതീയ ജനതാ പാർട്ടിയാണ് പാലക്കാടിന്റെ വികസന നേട്ടങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന ഒരേ ഒരു പാർട്ടി. പ്രിയപ്പെട്ടവരെ, പിരായിരിയിലെയും കണ്ണാടിയിലെയും മാത്തൂരിലെയും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും ഭക്ഷണം നൽകുന്ന ആത്മാഭിമാനത്തോടുകൂടി പകലന്തിയോളം ചേറിലും ചെളിയിലും പണിയെടുത്ത് എനിക്കും നിങ്ങൾക്കും ഭക്ഷണമൊരുക്കുന്ന കർഷകന്മാർ നിങ്ങളുടെ ശോഭയോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്. അവർ പറഞ്ഞു, ഇങ്ങനെയാണ് അവർ പറഞ്ഞത്: ശോഭാ സുരേന്ദ്രൻ, ഞങ്ങൾക്ക് ഇന്ത്യയിലെ കാർഷിക വകുപ്പിന്റെ ഒന്നാമനെ കാണണം. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ കാർഷിക മേഖലയുടെ ഒന്നാമൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, മധ്യപ്രദേശിലെ 15 വർഷക്കാലത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ഇപ്പോൾ കാർഷിക വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ കണ്ണാടിയിലെ പാടശേഖരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഇവിടുത്തെ കർഷകന്മാരുടെ കൈകളിൽ നിന്ന് നിവേദനം സ്വീകരിച്ചു. അപ്പൊ കർഷകന്മാരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം? പ്രിയപ്പെട്ടവരെ, കർഷകർ പറഞ്ഞു, 2 മാസവും 2.5 മാസവും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെല്ല് ഞങ്ങളുടെ കൺമുന്നിൽ കൂട്ടിയിടുമ്പോൾ ആ നെല്ല് ഞങ്ങളുടെ കൺമുന്നിൽ കിടന്നുകൊണ്ട് നെല്ലിന് വാങ്ങാൻ ആള് വരാതെ മാസങ്ങളോളം, ആഴ്ചകളോളം മാസങ്ങളോളം ഈ പാവപ്പെട്ട കർഷകന്മാരുടെ നെല്ല് പാടശേഖരത്തിൽ കൂട്ടിയിടുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഒരു കുഞ്ഞിന്റെ കൈയും കാലും വളരുന്നത് പോലെ എങ്ങനെയാണോ ഒരമ്മ കുടുംബത്തിലെ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത്, അതുപോലെയാണ് ഒരു കർഷകൻ തന്റെ കൃഷിയിടത്തെ ഒരുക്കിയെടുക്കുന്നതെങ്കിൽ വേദന അനുഭവിക്കുന്ന കർഷകന്മാർക്ക് 3 മാസം വരെ കാത്തിരിക്കണം അവരുടെ നെല്ലൊന്ന് ഗവൺമെന്റ് വാങ്ങിക്കൊണ്ടുപോകാൻ. കൊണ്ടുപോയാലോ 6 മാസക്കാലം കഴിയണം പ്രിയപ്പെട്ടവരെ അതിന്റെ പണം കിട്ടണമെങ്കിൽ. അതും ആ കർഷകനെ ലോൺ എടുക്കുകയാണ്. ഓരോ ബാങ്കിൽ നിന്നും ലോൺ കടക്കാരനാക്കി ഈ പാലക്കാടിലെ കർഷകരെ മാറ്റുമ്പോൾ, കേരളത്തിലെ കർഷകരെ മാറ്റുമ്പോൾ കർഷകർ ചോദിച്ചു ഇതിനെന്താണ് പ്രതിവിധി? അപ്പോ ക്യാബിനറ്റ് മിനിസ്റ്റർ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. കർഷകന്റെ ഉൽപ്പന്നം കേന്ദ്രം 3 ദിവസം കൊണ്ട് പണം കൊടുക്കുന്നുണ്ട്. എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെന്റ് ഈ അന്യായം നിങ്ങളോട് ചെയ്യുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ ആ ക്യാബിനറ്റ് മിനിസ്റ്റർ ചോദിച്ചത്. എന്നാൽ കേരളത്തിൽ ഒരു പ്രതിപക്ഷമില്ലേ? ആ പ്രതിപക്ഷത്തിന്റെ നേതാവല്ലേ ശ്രീമാൻ വി.ഡി. സതീശൻ? എന്നെങ്കിലും ഒരു ദിവസം പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കണം, എന്നെങ്കിലും ഒരു ദിവസം കർഷകന്റെ ഉൽപ്പന്നം ഇങ്ങനെ പാടശേഖരത്തിൽ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു സമരം നടത്താൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ശോഭ പോയാൽ പോരെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പാലക്കാട്ടേക്ക് കൊണ്ടുവരണം, ആവശ്യപ്പെട്ടില്ലേ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ, ഞാൻ വരുന്നത് വാരണാസിയിൽ നിന്നാണ്, കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പറഞ്ഞുകൊണ്ട് കാശി വിശ്വനാഥനെ തൊഴുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നമ്മളോട് എന്താണ് പറഞ്ഞത്? ജനാധിപത്യ വിശ്വാസികളോട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾക്ക് വികസനം വേണമോ? മാറാത്തത് മാറ്റണ്ടേ എന്ന ചോദ്യമാണ് അദ്ദേഹം ഈ കേരളത്തോടും പാലക്കാടിനോടും ചോദിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാറാത്തത് മാറ്റണ്ടേ എന്ന ചോദ്യം, ആ ചോദ്യമാണ് ഞാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ചോദിക്കുന്നത്. എത്രയോ കഷ്ടപ്പെട്ടു ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും. എന്തിനാണെന്നറിയുമോ? ശോഭാ സുരേന്ദ്രനെ മുസ്ലിം സ്ത്രീകൾ കൈയൊന്ന് പിടിക്കാതിരിക്കാൻ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കറിയുമോ 90% ഹിന്ദു ജനവിഭാഗം അധിവസിക്കുന്ന തൃശ്ശൂർ പേരൂരിൽ ഞാൻ എന്റെ മുസ്ലിം സഹോദരിയെ അവിടെ കൗൺസിലറാക്കി മത്സരിപ്പിച്ച് ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടാണ്, എന്റെ മുംതാസിനെ വിജയിപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് മലപ്പുറത്ത് പോയി അന്വേഷിക്കണം. മലപ്പുറത്ത് എത്രയോ മുസ്ലിം പെൺകുട്ടികൾ അവർക്ക് അമ്മയായിട്ട് വർത്തിക്കുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഇത് ഭാരതീയ ഹിന്ദു പാർട്ടി അല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. മുക്തർ അബ്ബാസ് നഖ്വിയുടെ പാർട്ടി, ഷാനവാസ് ഹുസൈന്റെ പാർട്ടി, നജ്മ ഹെപ്തുള്ളയുടെ പാർട്ടി, പ്രിയപ്പെട്ടവരെ അബ്ദുൽ സലാം സാറിന്റെ പാർട്ടി. ചേച്ചി ഒരു 5 മിനിറ്റ് കൊട്ടാൻ സമയം കൊടുക്കണം, കുറച്ച് നേരത്തെ നോക്കണം. ചേച്ചി ഞാൻ പിടിച്ചോ. തൃശൂരിൽ അത് കേട്ടില്ല എന്നാണ് പറഞ്ഞത്. 90% ഹിന്ദുക്കൾ മാത്രമുള്ള വാർഡിൽ ഞാൻ പൊതുരംഗത്തേക്ക് വളർത്തിക്കൊണ്ടുവന്ന എന്റെ മകൾക്ക് തുല്യയായിട്ടുള്ള മുംതാസിന് ടിക്കറ്റ് കൊടുത്ത് താമര ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് ആ മുഞ്ചുള്ള തട്ടമിട്ട കുട്ടി ഈ കേരളത്തിന്റെ മണ്ണിൽ, തൃശൂരിന്റെ മണ്ണിൽ വിജയിപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തെ കോൺഗ്രസുകാരാ ഞാൻ പാലക്കാട് മത്സരിക്കാൻ വരുന്നത്. നിങ്ങൾ മലപ്പുറത്തൊന്ന് പോകണം. കരുളായി പ്രദേശത്തെ മുസ്ലിം സഹോദരന്മാരോട് ചോദിക്കണം, ശോഭാ സുരേന്ദ്രന് മലപ്പുറത്ത് എത്ര കുട്ടികളുണ്ടെന്ന്. ആ കുട്ടികൾ ഞാൻ പ്രസവിച്ച കുട്ടികളല്ലെങ്കിലും എന്റെ മക്കൾക്ക് തുല്യമായി എനിക്കിവിടെ മുസ്ലിം കുട്ടികളെയും ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ കുട്ടികളെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സുഗതകുമാരി ടീച്ചർ എന്നോട് പറഞ്ഞത് ശോഭ കേരളത്തിൽ ഒരു തണൽ മരമായി മാറണമെന്നാണ്. 30 വർഷത്തെ പൊതുപ്രവർത്തനം പ്രിയപ്പെട്ടവരെ, 30 വർഷത്തെ പൊതുപ്രവർത്തനമുള്ള നിങ്ങളുടെ ശോഭയെ കഴിഞ്ഞ 3 ദിവസമായി UDFന്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയുടെ ആശാൻ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പാലക്കാടിന് അപമാനമുണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടവും ചേർന്നുകൊണ്ട് അങ്ങനെ നവമാധ്യമങ്ങളിലൂടെ ഒരു സ്ത്രീയും കേൾക്കാൻ പാടില്ലാത്ത അത്ര നിർത്തൂ പ്രസംഗം കേട്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിൽ
നവമാധ്യമങ്ങളിലൂടെ എന്റെ മനോവേദന വർദ്ധിപ്പിക്കാനാണ് പരിശ്രമിച്ചതെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്റെ ഈ അമ്മമാരും സഹോദരന്മാരും കേരളത്തിന്റെ മണ്ണിലുള്ളപ്പോൾ ഈ സൈബർ അറ്റാക്ക് അല്ല, ഒറിജിനൽ അറ്റാക്ക് വന്നാലും ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭ എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. പാലക്കാടിലെ സഹോദരന്മാരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താനാണ് UDFന്റെ സ്ഥാനാർത്ഥി പോകാൻ ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹത്തിന് അഭിനയിക്കാനും പോണം. എന്തായാലും കുറെ സമയം അദ്ദേഹത്തിന് പാലക്കാടിന് വേണ്ടി പണിയെടുക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ 2500 കോടിയോളം വരുന്ന തുകയുടെ വികസനം പാലക്കാടിലേക്ക് കൊണ്ടുവരാനാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നത്. ആരാണ് ഗ്യാരണ്ടി? മോദിയാണ് ഗ്യാരണ്ടി. പ്രിയപ്പെട്ടവരെ, മോദിജിയാണ് ഗ്യാരണ്ടി. മോദിജി വന്ന് പറഞ്ഞില്ലേ എന്താണ് ഗ്യാരണ്ടി? മോദിജിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കറിയുമോ, ഇന്നലെ ശിവരാജ് സിംഗ് ചൗഹാൻജിയുടെ കൂടെ കാറിലിരിക്കുമ്പോ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. കേരളത്തിൽ ഒരു മനുഷ്യരുടെ മുന്നിലും തുറന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി പറയില്ല, പ്രതിപക്ഷ നേതാവ് പറയില്ല. എന്നോട് പറയുകയാണ്, ചോദിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തോട് അദ്ദേഹം പറഞ്ഞു. എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ, 3800 കോടി നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കഴിഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തിനാണെന്നറിയുമോ? പാലക്കാടിലെ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി 3800 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. 1800 ഏക്കർ സ്ഥലം പാലക്കാട് ഏറ്റെടുത്തു കഴിഞ്ഞു. നന്ദിയില്ലെങ്കിലും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നന്ദി കെട്ടവനായി മാറാൻ പാടുണ്ടോ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനോട് ഒരു വാക്ക്, നിങ്ങൾ ഈ കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അദൃശ്യ ശക്തിയായി ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും SDP-യും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. 2 മുന്നണികളുടെയും കൂടെ നിൽക്കുന്നുവെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഖുർആനിൽ വിശ്വസിക്കുന്ന, നമാസ് നടത്തുന്ന, നിസ്കരിക്കുന്ന നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കൾ വികാസത്തിന് വേണ്ടി പാലക്കാടിൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ഡോക്ടർ അബ്ദുൽ കലാമിനെ സ്നേഹിക്കുന്ന ഒരു RSSകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഇവിടെ കഴിവും പ്രാപ്തിയുമുള്ള രാജ്യസ്നേഹിയായ മുസൽമാൻ ഡോക്ടർ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി. പാലക്കാടിലെ മുസ്ലിം സുഹൃത്തുക്കളെ, നമുക്ക് മുന്നേറണം, നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് ഈ നാടിനെ വികസിപ്പിക്കണം. നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ സ്കൂളുകൾ വേണം, കോളേജുകൾ വേണം, അതുപോലെ തന്നെ സുവർണ കോറിഡോർ വേണം. ഒരുമിച്ച് ചേരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.
സ്മിതേഷ് താഴെ ഇറങ്ങി കൈ പിടിക്കണ്ടേ?